ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചോറിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാവേ. ആവശ്യത്തിന് 2 വഴുതന എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1.5 ഉള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും ഒരു പച്ചമുളകും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകം, പെരുംജീരകം, കടുക്, ഉലുവ ഇതും വേണേ ആവശ്യത്തിന്, ചെറുതായിട്ട് മതി. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതിവിടെ ആദ്യം വീട്ടിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്രൈ പാൻ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ ജീരകവും കടുകും ഉലുവയും ഒക്കെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നന്നായി മൂക്കണം കേട്ടോ. മൂത്ത് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ അത് മൂത്ത് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും വലിയുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് ഉള്ളിയിലേക്കൊക്കെ മിക്സ് ചെയ്ത് നന്നായി വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതന ചേർത്ത് കൊടുക്കാവുന്നതാണ്. വഴുതന നമ്മൾ നേരിയ ചെറുതായിട്ടല്ല മുറിച്ചിട്ടുള്ളത്, ആവശ്യത്തിന് കുറച്ച് വലുപ്പത്തിൽ മുറിക്കണം കേട്ടോ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി ചെറുതായി മുറിച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞാൽ അത് പേസ്റ്റ് പോലെയാവും. അപ്പോൾ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ആവശ്യത്തിന് വേണമെങ്കിൽ ലേശം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വഴുതന കുക്കായിട്ടുണ്ടോ എന്ന് നോക്കട്ടോ. വഴുതന വേഗം വേവില്ലാത്തതിനെ കൊണ്ട് തന്നെ വേഗം കുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ഉള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ടേ. നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഈ എണ്ണ കിടന്നിട്ട് തന്നെ ഈ മസാലയൊക്കെ കുക്കാവണം. അത്രയും നേരം നമ്മൾ ഇളക്കി കൊടുക്കണം. പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ ലേശം വെള്ളം ചേർക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേണ്ട അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പുളിയിലും തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സുർക്കയാണ് ചേർക്കണമെങ്കിൽ ലേശം സുർക്ക ചേർക്കുക, അല്ലെങ്കിൽ പുളി ഒഴിക്കുകയാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കുക. ഇന്ന് ഞാനിപ്പോൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് തക്കാളി കുക്കാണ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയമായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വഴുതനക്കറി ഇതെങ്ങനെ ആയിട്ടുണ്ടാവും. അതിലേക്ക് വേണ്ട മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളി ഇഷ്ടമില്ലാത്തവർ അതിലേക്ക് ആവശ്യത്തിന് പുളീൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ വഴുതനക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.